അങ്ങനെ നമ്മൾ ഈജിപ്തിൻ്റെ യാത്രയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങി എന്നെ കാത്തു നിൽക്കുന്ന ഡ്രൈവറിൻ്റെ കൂടെ ഞാൻ കാറിൽ കയറി ഇപ്പോൾ കെയ്റോയിലൂടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴി ഞങ്ങൾക്ക് ഒരു ഗൈഡിനെ കൂട്ടാനുണ്ട്. ഞാൻ കുറച്ച് നേരം എയർപോർട്ടിൻ്റെ പുറത്ത് നിൽക്കേണ്ടി വന്നു. കാരണം ഇദ്ദേഹത്തിന് എന്നെ കണ്ടുപിടിക്കാൻ ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിയാനൊക്കെ കുറച്ച് സമയം വൈകി. ഇപ്പോൾ ഞങ്ങളിങ്ങനെ എയർപോർട്ട് കഴിഞ്ഞ് പതുക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഓവർ ബ്രിഡ്ജും മറ്റും എല്ലാം പണിത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. വളരെ ഒരു ആർക്കിടെക്ചറൽ രീതിയിലാണ് അതെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. ഏറ്റവും രസകരമായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈജിപ്തിൻ്റെ പല വഴികളും അല്ലെങ്കിൽ മുമ്പേ പോകുന്ന പലരെയും കണ്ടാൽ അല്ലെങ്കിൽ പലരും ഓടിക്കുന്ന വണ്ടികൾ കണ്ടാൽ ഏറ്റവും അധികം ഇന്ത്യയുമായി അടുത്ത് കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇന്ത്യയിലെ പല വണ്ടികളും ഇവിടെയും ഓടുന്നുണ്ട്. പലരും ഫുഡ് ഡെലിവറി കാര്യങ്ങളും എല്ലാം ബൈക്കിലും മറ്റേലുമാണ് കൊണ്ടുപോകുന്നത്. ഒരു രസകരമായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഹെൽമറ്റ് ഇടുക എന്നുള്ളത് അത്ര വലിയ നിർബന്ധമായ കാര്യമല്ല. സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയുന്നത് അത്ര വലിയ നിർബന്ധമായ കാര്യമല്ല. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ചെറിയ ട്രാഫിക്കും മറ്റുമെല്ലാം കാണുന്നുണ്ട്. പല ടൈപ്പ് വണ്ടികളുണ്ട് ഇവിടെ. ഇലക്ട്രിക് വണ്ടികളും പെട്രോൾ വണ്ടികളും ഡീസൽ വണ്ടികളും എല്ലാം ഉണ്ട്. കുറേയൊക്കെ ഇന്ത്യയുടെ വണ്ടികളും മറ്റുമായിട്ട് ഭയങ്കര താരതമ്യമുള്ള ഒരു സ്ഥലമാണ് ഈജിപ്ത്. അങ്ങനെ ഞങ്ങൾ ഗൈഡിനെ കൂട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈജിപ്തിൻ്റെ പഴയ മ്യൂസിയത്തിലേക്ക് പോകാനുള്ള സ്ഥലത്തേക്കാണ്. ഞങ്ങളങ്ങനെ ഈജിപ്തിൻ്റെ മ്യൂസിയത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇതാണ് ഈജിപ്തിലെ പഴയൊരു മ്യൂസിയമാണത്. ഇവിടെ പല ആൾക്കാരും വന്നിട്ടുണ്ട്. വിദേശികളാണ് അധികം, ടൂറിസ്റ്റുകളാണ്. Shaima, I'm an Egyptian tour guide here. I will be with you during the tour here in the Egyptian Museum. So I hope you will enjoy and you like. ഷൈമ എന്നാണ് നമ്മുടെ ഗൈഡിൻ്റെ പേര്. അവരെക്കുറിച്ചുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അവരിതൊരു പ്രൊഫഷണലാക്കി എടുത്തിട്ട് ഇപ്പോൾ അധികമായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കടന്നു. ഇവിടെ മമ്മീസിൻ്റെ പല വലുപ്പത്തിലുള്ള പല രൂപങ്ങളും നിങ്ങൾക്ക് കാണാം. ഇവിടെ നല്ല തിരക്കുമാണ്. ആളുകൾ വന്ന് കാഴ്ചകൾ കാണാൻ പല ഭാഗത്തു നിന്നാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പണ്ടത്തെ രീതിയിലുള്ളൊരു സ്ക്രപ്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. പുരാതന രീതിയിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അധികവും മമ്മി എന്ന് പറയുന്ന സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കുത്തുപണിയും മറ്റുമെല്ലാം പെട്ടെന്ന് ദഹിക്കാൻ കഴിയും. കാരണം അതിൽ അധികവും ഇങ്ങനത്തെ കുത്തുപണികളും മറ്റുമൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു രാജാവിൻ്റെ രൂപം ഒരു ചില്ലുകൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ പല രാജാക്കന്മാരുടെയും കൂടെ ജോലി ചെയ്ത പലരുടെയും രൂപങ്ങളും മറ്റുമെല്ലാമാണ് ഈ ചില്ലുകളിലൊക്കെ ഉള്ളത്. ഇതെല്ലാം പണ്ടത്തെ ഓരോരോ കാര്യങ്ങളാണ്. അതിൻ്റെ മുകളിൽ പല രീതിയിലുള്ള സ്ക്രപ്ചേഴ്സും പല രീതിയിലുള്ള റൈറ്റിങ്സും ഒക്കെ കാണാം. പണ്ടത്തെ രീതിയിലുള്ള എഴുത്തുകളും മറ്റുമാണ്. അറാബിക് ലാംഗ്വേജ്. ഇവിടെ ഇങ്ങനെ ഒരു രാജാവിൻ്റെ വേറൊരു രൂപം ഒരു മാർബിളിൻ്റെ രീതിയിൽ ഒരു ചില്ലുകൂട്ടിനുള്ളിൽ വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഓരോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഏരിയാസിൽ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഏരിയാസിൽ നിന്നും കുഴിച്ചെടുത്ത ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഞാൻ നടക്കുന്നത് കെയ്റോയിലെ പഴയൊരു മ്യൂസിയമാണ്, ഓൾഡ് മ്യൂസിയം.
ഇതിൻ്റെ ഒരു ന്യൂ മ്യൂസിയം വേറെ സ്ഥലത്ത് മുഴുവൻ പണി കഴിഞ്ഞില്ല, അതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പലതും എടുത്തിട്ട് അവർ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ കൂടി, അതായത് ഇപ്പോൾ കാണുന്ന നിങ്ങൾ ഈ കാണുന്നതും കൂടി ചിലപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാനും സാധ്യതയുണ്ടെന്ന് എൻ്റെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞു. ഇതിലൂടെയെല്ലാം നടക്കുമ്പോൾ ശരിക്കും ഒരു പണ്ടത്തെ ഈജിപ്ഷ്യൻ ഫീലിംഗ്, അതായത് ഈജിപ്ഷ്യൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ പഴയ രീതിയിലേക്ക് തന്നെ അവരുടെ ആ പഴയൊരു ഫീല് നമുക്ക് കിട്ടും. വളരെ ഭംഗിയായും സൂക്ഷ്മതയോടും കൂടിയാണ് ഇവരിപ്പോഴും ഇത് എടുത്തു വച്ചിരിക്കുന്നത്. പലരും പല സ്ഥലത്തു നിന്നും ഫോട്ടോയും മറ്റും എല്ലാം എടുക്കുന്നു, ചരിത്രങ്ങളെല്ലാം കേൾക്കുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ രൂപം കാണാം. ഇദ്ദേഹം ഈ രാജാവിന് വേണ്ടിയിട്ട് പണിത ഒരു രൂപമാണത്. ഇങ്ങനെ മറ്റൊരു രൂപം ഇവിടെ കാണാം. ഇതെല്ലാം രാജാക്കന്മാരാണ്. ഇദ്ദേഹം എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നു. ആ നോട്ട് പിടിച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഒരു ഗൈഡാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാം. ഇതാ ഈ രൂപമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ഇവരുടെ നോട്ടിലെ ആ രൂപം. നമ്മളുടെ നോട്ടിലുകളിലുള്ള പല രൂപം പോലെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു തലയുടെ പിന്നിലൊരു പരുന്ത് നിൽക്കുന്ന പോലെ ഒരു രൂപം. ഈ രൂപത്തിനൊക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ട്. ആ പരുന്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തലഭാഗം ആ പരുന്ത് സംരക്ഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൈഭാഗം അങ്ങനെ വേറൊരു ഇത് സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അദ്ദേഹത്തെ ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടത്തെ വിശ്വാസങ്ങളുടെയും ഇന്നത്തെ നമ്മൾ നോക്കുമ്പോഴുള്ള അന്ധവിശ്വാസങ്ങളുടെയും മറ്റുമാണ് ഈ കാഴ്ചകൾ. എത്രയോ കാലങ്ങൾക്ക്, അതായത് യേശുക്രിസ്തുവിൻ്റെ ഒക്കെ ജനനത്തിനേ മുന്നേയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാണ് ഏറ്റവും മനോഹരമായ കാര്യം. അന്നത്തെ മനുഷ്യൻ്റെ ചിന്താഗതിയും മറ്റുമാണ് ഇന്നിവിടെ മ്യൂസിയത്തിൽ ഇവർ കാണിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ അമ്മ ഒരു കുട്ടിക്ക് മുലയൂട്ടുന്ന രീതിയിലുള്ളൊരു രൂപം കാണാം. ഇങ്ങനെ പല രൂപങ്ങളും ചില്ലുകൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഓരോരോ അറകളാണ്. ഒരു അറ കഴിഞ്ഞ് അടുത്ത അറയിലേക്ക് വരുമ്പോൾ വീണ്ടും കുറേ കാഴ്ചകൾ. ഇവിടെ ഇങ്ങനെ ഒരാളുടെ കണ്ണിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ലൈവായി തോന്നുന്ന കണ്ണുകളാണ് ഇദ്ദേഹത്തിൻ്റെ. അത് എന്തോ ഇവിടുത്തെ ഒരു മാണിക്യം കൊണ്ടോ എന്തോ കൊണ്ട്, അല്ലെങ്കിൽ അവർ പെയിൻറ്റിങ് കൊണ്ടോ എന്തോ ചെയ്തു വെച്ചതാണെന്നാണ് എന്നോട് ഗൈഡ് പറഞ്ഞത്. അവർക്കും കൃത്യമായതിനെ പറ്റിയൊരു അറിവില്ല, എങ്കിലും അതിന് ഭയങ്കര ഒരു ജീവൻ തുളുമ്പുന്ന കണ്ണുകളാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അങ്ങനത്തെ കണ്ണുകളാണ്. ഇവിടെ രാജാവും രാജ്ഞിയും കൂടിയാണ് നേരത്തെ ഞങ്ങൾ കണ്ടത് ഇരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ടിങ്ങനെ നീങ്ങുന്നു. ഇതൊരു രാജ്ഞിയുടെ രൂപമാണ്. ഈ രാജ്ഞിയുടെ കഥ എന്ന് പറയുന്നത്, ഇവർ രാജകൊട്ടാരം നേടാൻ വേണ്ടി ഇവരുടെ അമ്മ ശരിക്കും ഒരു രാജരക്തത്തിൽപ്പെട്ട അല്ലാത്തത് കൊണ്ടും ഇവർ രാജകൊട്ടാരവും രാജ്യത്തിൻ്റെ എല്ലാ നീതിപീഠങ്ങളും അവർക്ക് സ്വന്തമാക്കണമെന്നുള്ളത് കൊണ്ടും അവരുടെ അച്ഛനെ തന്നെ വിവാഹം ചെയ്തു എന്നാണ് എന്നോട് ഗൈഡ് പറയുന്നത്. എന്നിട്ട് അവരുടെ അനിയനെ
ദൂരെ ഒരു സ്ഥലത്തേക്ക് അവന് പക്വത വരട്ടെ, എന്നിട്ട് ഞാൻ ഈ രാജ്യം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വിട്ടയക്കുകയായിരുന്നു. പിന്നീട് അനിയൻ തിരിച്ചു വരികയും ഈ അച്ഛൻ ഈ രാജ്ഞിയെ കല്യാണം കഴിച്ചല്ലോ, ആ രാജ്ഞിയിലുണ്ടായ ആ മകളെ ഇദ്ദേഹം കല്യാണം കഴിക്കുകയും പിന്നീട് രാജ്യം തിരിച്ചു പിടിക്കുകയൊക്കെയാണ് ചെയ്തത്. ഇവിടെ ഒരു മമ്മീനെ അടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തു വെച്ച ഒരു ശവകുടീരം കാണാം. ഇങ്ങനെ പല ശവകുടീരങ്ങളും പലതും ഉണ്ട് ഈ മ്യൂസിയത്തിനുള്ളിൽ. ഇങ്ങനെ പല രൂപത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മമ്മീസിൻ്റെ രൂപങ്ങളും നമുക്ക് കാണാം. പണ്ടത്തെ രീതിയിലുള്ള പല വണ്ടികളും മറ്റുമാണ്. ഇവിടെ വേറൊരു മമ്മിയുടെ ഒരു ശവകുടീരം നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികം പോലെ സൂവനീർ ഷോപ്പുകളാണ്. നമുക്ക് വേണ്ടത് വല്ലതും വാങ്ങാം. ഞാനിതിൻ്റെ എല്ലാം കാഴ്ചകൾ ചിത്രീകരിച്ച് മുന്നോട്ട് നീങ്ങി. ഞങ്ങളിനി മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളിനി കുറച്ച് ദൂരം നടക്കാം എന്നോട് ഗൈഡ് പറഞ്ഞു. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടത്തമാണ്. എങ്കിലും നടക്കുകയാണെങ്കിൽ ഈ സ്ട്രീറ്റെല്ലാം കണ്ടുകൊണ്ട്
ഒരു നടത്തമാവാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ആയിക്കോട്ടെ, എനിക്ക് ചിത്രീകരിക്കാനുള്ള അത്യാവശ്യം എല്ലാം കിട്ടുമല്ലോ. ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ പുറംഭാഗം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണ് മ്യൂസിയത്തിൻ്റെ കാഴ്ച. ഇങ്ങനെ ഞങ്ങൾ നടന്ന് റോഡിലേക്കെത്തി. നമ്മുടെ ഡ്രൈവർ അവിടെ നിൽക്കുന്നില്ല. ഞങ്ങളങ്ങനെ കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. റോഡെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നടത്തം തുടർന്നു. അപ്പോൾ ഒരു കുതിരവണ്ടി കൊണ്ടൊരാൾ പോകുന്നത് കണ്ടു. യാത്രക്കാരെ കൊണ്ട് പോകുന്ന കുതിരവണ്ടിയാണ്. ഇതാണ് കെയ്റോയുടെ ഒരു ചത്തുരം. അവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ആളുകളെല്ലാം പൊതുവെ തെരുവുകളിൽ കുറവാണ്. ഇവിടെ ഇങ്ങനൊരു ബിൽഡിംഗ് കാണാം. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച്. സ്ട്രീറ്റിലെല്ലാം അധികം ആളുകളില്ല. പള്ളി സമയമായതുകൊണ്ടായിരിക്കാം ആളുകൾ പള്ളിയിലേക്ക് പോയത്. അതുകൊണ്ടായിരിക്കാം സ്ട്രീറ്റിലെ ആളുകൾ കുറവ്. ഇവിടെ ഇങ്ങനെയൊരു ആളുടെ രൂപം കാണാം. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രശസ്തനായ എക്കണോമിസ്റ്റാണ്. തേബെ എന്നാണ് പേര്. അദ്ദേഹം ഈജിപ്തിൻ്റെ പുരാതന എക്കണോമിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഫാദർ ഓഫ് എക്കണോമി എന്നാണ് അദ്ദേഹത്തെ ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും മറ്റുമെല്ലാം ഒരു നല്ല കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ശിലാസ്ഥാപനത്തെ ഒന്നും കൂടി ഞാൻ ക്യാമറയിലാക്കി. വീണ്ടും ഞങ്ങൾ ഈ ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്. എല്ലാം തെരുവുകളും മറ്റുമാണ് കാണുന്നത് കാഴ്ച. ചിലയിടത്ത് ആളുകളെല്ലാം കൂടി നിൽക്കുന്നു. വണ്ടികളും മറ്റുമെല്ലാം പൊതുവേ ഈ ഒരു സമയത്ത് കുറവാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അരിയിലൂടെ ഞങ്ങൾ വീണ്ടും നടത്തം തുടരുകയാണ്. ഇവിടെ പള്ളിയുടെ ഒരു ഇത് കഴിഞ്ഞ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രാർത്ഥനാ സമയം കഴിഞ്ഞ് എല്ലാവരും അവരവരെ ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ ഉച്ചഭക്ഷണം ഒരു വെജിറ്റേറിയൻ ഭക്ഷണമാണ്. തനത് ഈജിപ്ഷ്യൻ ഭക്ഷണമാണ് കഴിക്കുന്നത്. അത് കഴിക്കാനായി ഞാൻ മുകളിലേക്ക് കയറി. നല്ല രസമായിട്ട് തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫേമസായ ഒരു റെസ്റ്റോറൻ്റാണ് ഇതെന്നാണ് എൻ്റെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞത്. ഇതാണ് അവിടുത്തെ ഒരു ഭക്ഷണം. അതായത് ബ്രെഡിനെ കൊണ്ട് ഒരു പംകിൻ പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലുള്ളൊരു സൂപ്പ്, പിന്നെ പയറുണ്ട്, ഇത്തിരി നൂഡിൽസ് പോലെ ഇട്ടിട്ട്, അങ്ങനെ കുറച്ച് വെജിറ്റേറിയൻ ഐറ്റംസ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം അവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇത്തിരി ഒരു സോസ് പോലെ ഒഴിച്ചു, പിന്നെ നാരങ്ങ പിഴിഞ്ഞു.
അതങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കഴിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഗൈഡിനും അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രുചിയുള്ള ഭക്ഷണം തന്നെയായിരുന്നു അത്. ഞങ്ങളങ്ങനെ ഭക്ഷണത്തിലേക്ക് കിടക്കാൻ തീരുമാനിച്ചു. കൂടെ ഞങ്ങളുടെ ഡ്രൈവറും വന്നിരുന്നു കഴിക്കാൻ വേണ്ടി. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ യാത്രയ്ക്കായി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. ആ കാഴ്ചയിലേക്കാണ് ഇനി നമ്മുടെ ഡ്രൈവറും നമ്മുടെ ഗൈഡും കൂടി എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തുന്നതും കാത്ത് ഞാനിരുന്നു.